സ്കിൻ കെയറിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെയർ കെയർ. എൻ്റെ ഫേസ് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏറെക്കുറെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പിന്നീട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ കെയറിലേക്ക് പോയാൽ അതും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് തളിരായിട്ട് വരുന്ന ഇല, അതും പേരക്കയുടെ തളിരയിലാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ചുവന്നുള്ളി, തൈര്, നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു തൈര് തന്നെ നമ്മളിങ്ങനെ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് മാറും. പിന്നെ വെളിച്ചെണ്ണ അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിലും മതി. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ട് അരിച്ചിട്ട് തുണി വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊക്കെ വെച്ചിട്ട് അരിച്ചിട്ട് അതിൻ്റെ ഒരു നീര് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കാൾപ്പിൽ മാത്രം ആക്കിയാൽ മതി. എന്നിട്ട് നീരിറക്കത്തിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരമൊന്നും വെക്കരുത്. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. അതല്ലാത്ത ആളുകൾക്ക് മിനിമം ഒരു 15-20 മിനിറ്റ് വേണമെങ്കിൽ വെക്കാം കേട്ടോ. എന്നിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. അതിൻ്റെ സ്മെല്ല് പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിലേക്ക് വരുന്നതുകൊണ്ട് ചെറിയൊരു സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ല് പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ട് വരുന്ന ഷാമ്പൂവിൽ വാഷ് ചെയ്താൽ മതിയേ. അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. തൈര് രാവിലെ എന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അതെല്ലാം നിങ്ങൾ ജോബിനൊക്കെ പോകുന്ന ആളുകളാണ്, ക്ലാസ്സിനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈവനിങ് വന്നതിന് ശേഷം തൈര് ഒരു 5 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും കേട്ടോ.